ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ചിക്കൻ ആയിട്ടാണ് ഇഫ ചിക്കൻ. നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. ഇനി ഇതേപോലെ 2 വലിയ പീസ് ചിക്കൻ എടുക്കട്ടെ. ഞാനിപ്പോൾ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. ബ്രസ്റ്റ് പീസിനെ വേണമെന്നില്ല കേട്ടോ, ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് അടിച്ച് പരത്തി കൊടുക്കണേ. എന്നിട്ട് ഈ മസാല ഇതിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കട്ടെ. ഇതൊന്ന് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാൻ. ഓവർനൈറ്റ് വെച്ച് കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടൊരു സോസ് റെഡിയാക്കി എടുക്കട്ടെ. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഞാൻ വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മോസറല്ല ചീസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അരച്ചെടുക്കണം. അപ്പോൾ ഇത് അതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കട്ടോ. ബാക്കി വന്ന മസാലകളൊക്കെ ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കട്ടോ. ഇത് വലിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തീ കുറച്ച് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. 2 വശം നന്നായി വെന്തതിന് ശേഷം ഇതിൻ്റെ മേലെ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇഫ ചിക്കൻ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഒരു തവണെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.